മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ തൃശൂർ പെരിങ്ങാവ് സ്വദേശി സാവിയോയ്ക്ക് എന്നും വാഹനങ്ങളും എഞ്ചിനുകളും ഹരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പഠനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച 6 സ്ട്രോക്ക് എഞ്ചിൻ പഠനം പൂർത്തിയാക്കിയിട്ടും കൂടെ കൊണ്ടുപോകുന്നത്. ഈ 6 സ്ട്രോക്ക് എഞ്ചിനിൽ കംപ്രസ്ഡ് എയറും പെട്രോളും ഒരുമിച്ച് ഉപയോഗിച്ചാൽ മികച്ച പ്രതികരണം ലഭിക്കുമെന്നാണ് സാവിയോയുടെ കണ്ടെത്തൽ. എഞ്ചിൻ കപ്പാസിറ്റി കൂടുമ്പോൾ മൈലേജ് കുറയുന്നുവെന്ന സ്വാഭാവിക രീതിക്ക് വിരുദ്ധമായി പവറും മൈലേജും ഇതുപയോഗിച്ചാൽ വർദ്ധിക്കും. കണ്ടുപിടുത്തത്തിൻ്റെ പാറ്റന്റിനായി അപേക്ഷിച്ചിരിക്കുകയാണ് സാവിയോ. 6 സ്ട്രോക്ക് എഞ്ചിൻ മുൻപും വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും കംപ്രസ്ഡ് എയറും പെട്രോളും ഉപയോഗിച്ചുള്ള രൂപകൽപ്പന ആദ്യമാണ്. അതുപോലെ തന്നെ 1 ലിറ്റർ പെട്രോളിന് ഒരു ആവറേജ് നമുക്ക് മൈലേജ് കിട്ടുന്നത് 20 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ 6 സ്ട്രോക്ക് വിത്ത് കംപ്രസ്ഡ് എയർ വരുന്നത്. അത് വന്നു കഴിയുമ്പോഴത്തേക്കും മൈലേജ്, അതായത് 1 ലിറ്റർ പെട്രോളും പിന്നെ ഒരു ഫുൾ ടാങ്ക് കംപ്രസ്ഡ് എയറുടെ ഇതും അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി അറൗണ്ട് 200 കിലോമീറ്റേഴ്സിൻ്റെ മേലിൽ പോകും. 230 റുപ്പീസിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന മൈലേജ് അറൗണ്ട് 200 ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയ്ക്ക് 1 കിലോമീറ്റർ നമുക്ക് പോകാൻ പറ്റും. സാധാരണ ഒരു വണ്ടി നമ്മൾ പെട്രോൾ മാത്രമാണെങ്കിൽ അതിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ പോകാൻ നമുക്ക് അറൗണ്ട് 5 റുപ്പീസ് ചിലവ് വരും. കാപ്സ് എന്ന് നാമകരണം ചെയ്ത ഈ എഞ്ചിൻ പൂർണ്ണമായും വ്യാവസായിക അടിസ്ഥാനത്തിൽ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ യുവ എഞ്ചിനീയർ. പെട്രോളിലും ഡീസലിലും പ്രവർത്തിക്കുന്ന എഞ്ചിന് ചൂടും ഭാരവും കുറവാണ്. മാത്രമല്ല മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് മലിനീകരണവും വളരെ കുറവാണ്. എയർപോർട്ടിലെ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ ജോജോവിൻ്റെയും സെൻട്രൽ എക്സൈസ് ഉദ്യോഗസ്ഥയായ ഷെമ്മിയുടെയും മകനാണ് സാവിയോ. ജീവൻ ന്യൂസ്, തൃശൂർ.